നമസ്കാരം, എല്ലാവർക്കും ഫ്രണ്ട്സ് കോമൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ 5 ആയിട്ടുള്ള ലീനിയർ ഇൻഇക്വാളിറ്റീസിൻ്റെ എക്സസൈസ് 5.1ൻ്റെ 17th ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോൾവ് ദ ഇൻഇക്വാളിറ്റീസ് ഇൻ എക്സസൈസ് 17 to 20 ആൻഡ് ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ഇൻ ഈച്ച് കേസ് ഓൺ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ എൻ്റെ ഗ്രാഫ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോൾവ് ചെയ്തിട്ട് ഗ്രാഫ് കാണിക്കാം. ഓക്കെ, 17th ക്വസ്റ്റ്യൻ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 3x - 2 < 2x + 1 എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതുപോലുള്ള ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 3x - 2x x എന്ന് വരും. എപ്പോഴും എക്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. <1 + 2 3 എന്ന് വരും. x < 3 എന്ന് വരും. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിനെ നമ്പർ ലൈനിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളൊരു ജസ്റ്റ് ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നു. നമ്പർ ലൈനിന് 0 ആണ്. റൈറ്റിലേക്ക് 1 ആഡ് ചെയ്ത് എഴുതി പോവുക. ലെഫ്റ്റിലേക്ക് 1 സബ്ട്രാക്റ്റ് ചെയ്ത് എഴുതി പോവുക. സോ ഇത് ജസ്റ്റ് ഒരു ഐഡിയൽ നമ്പർ ലൈനാണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയണം? നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x < 3 ആണ്. അതായത് 3 എന്ന് പറയുന്ന നമ്പറിനേക്കാൾ ചെറുതാണ് നമ്മുടെ ഈ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ സൊല്യൂഷനായിട്ട് വരുന്ന റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പർ ലൈനിൽ 3 സ്പോട്ട് ചെയ്യുക. 3 സ്പോട്ട് ചെയ്തിട്ട് നോക്കുക 3 എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷനിലുണ്ടോ? ഇല്ല. x < 3 ആണ്. സ്ട്രിക്ട്ലി <3 ആണ്. > ആണെന്നുണ്ടെങ്കിൽ 3 വരുമെന്ന് പറയാം. 3 ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? അതിന് പറ്റി ഒരു സർക്കിൾ കൊടുക്കുക. സർക്കിളിനെ ഡാർക്കൻ ചെയ്യരുത്. നമ്മുടെ ലെഫ്റ്റിലോട്ടാണ് നമ്മുടെ എല്ലാ സൊല്യൂഷൻസ് നിൽക്കുന്നത്. സോ x < 3 ആയതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, നമ്പർ ലൈനിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അതായത് 3 ഇല്ല, 3ൻ്റെ ലെഫ്റ്റിലോട്ടുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18th ക്വസ്റ്റ്യൻ ആണ്. 18th ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? 5x - 3 > 3x - 5 എന്നാണ്. 5x - 3 > 3x - 5 എന്നാണ്. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ 2x < -5 + 3 - 2 എന്ന് വരും. x < -1 എന്ന് വരും. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ സൊല്യൂഷൻസും -1 ആവാം, അല്ലെങ്കിൽ -1നേക്കാൾ കൂടുതലാവാം. സോ നമ്മളെങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യും? ആദ്യം നമ്പർ ലൈൻ വരച്ചു. നമ്പർ ലൈൻ വരച്ചതിന് ശേഷം -1 സ്പോട്ട് ചെയ്യും. -1 സ്പോട്ട് ചെയ്തതിനു ശേഷം x < -1 ആണ്. സോ അവിടെ -1 എന്തായാലും നമ്മൾ ഡാർക്കൻ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം -1 ഉള്ളതുകൊണ്ട് ആ സർക്കിള് ഡാർക്കൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ റൈറ്റിലോട്ട് ഇതിൻ്റെ എല്ലാ നമ്പേഴ്സും ഉണ്ടെന്ന് കാണിക്കുക. ഇതാണ് നമ്പർ ലൈനിൽ നമ്മൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഈ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് 19th ക്വസ്റ്റ്യൻ നോക്കാം. 19th ക്വസ്റ്റ്യനിൽ പറയുന്നത് 3 × 1 - x < 2 × x + 4 ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഫർദർ ചെയ്യുമ്പോൾ എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 - 3x < 2x + 8 എന്ന് വരും. സോ ഇവിടെ -3 - 2x < 8 - 3 എന്ന് വരും. ദാറ്റ് ഈസ് -5x < 5 എന്ന് വരും. x < -1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇതിനെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളൊരു നമ്പർ ലൈൻ വരച്ചു. ഓക്കെ, ഇനി -1 ഇവിടെ സ്പോട്ട് ചെയ്യുക. -1 സ്പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് x < -1 എന്നേ തന്നിട്ടുള്ളൂ. -1 അതിൻ്റെ സൊല്യൂഷൻ ആണെന്ന് പറയുന്നില്ല. സോ അവിടെ ഡാർക്കൻ ചെയ്യാതെ ജസ്റ്റ് ഒരു സർക്കിൾ മാത്രം കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സൊല്യൂഷൻ എല്ലാം -1നേക്കാൾ വലുതായതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ ഗ്രാഫ് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദ 20th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x/2 > or = 5x - 2 / 3 - 7x - 3/5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഇൻഇക്വാളിറ്റിയുടെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് പ്യുവർ ഫ്രാക്ഷൻ ആക്കി എടുക്കണം.
അപ്പോൾ ലെഫ്റ്റിൽ ഫ്രാക്ഷൻ ആരാണ് കിടക്കുന്നത്? x/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. റൈറ്റിൽ കിടക്കുന്ന ആളെ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 5 ഇൻറ്റു 5x മൈനസ് 2 മൈനസ് 3 ഇൻറ്റു 7x മൈനസ് 3 ഡിവൈഡഡ് ബൈ ഈ 5 ഇൻറ്റു 3 ആണുക 15 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ ഇനിക്വാളിറ്റിയുടെ ലെഫ്റ്റിൽ റൈറ്റിൽ നോക്കുമ്പോൾ ഫ്രാക്ഷൻസ് ആണ്. ഇവരെ നമുക്ക് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ 15x വരും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ 10 ഇൻറ്റു 5x മൈനസ് 2 മൈനസ് 6 ഇൻറ്റു 7x മൈനസ് 3 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. 15x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50x മൈനസ് 20 മൈനസ് 42x പ്ലസ് 18 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 50x ഉണ്ട്, ഇവിടെ മൈനസ് 42x ഉണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യുമ്പം 8x എന്ന് വരും. അതുമാത്രമല്ല ഇവിടെ മൈനസ് 20 ഉണ്ട്, പ്ലസ് 18 ഉണ്ട്. അത് ചെയ്യുമ്പോൾ -2 എന്ന് വരും. സോ 15xൽ നിന്ന് എന്ത് കുറയ്ക്കണം? 8x സബ്ട്രാക്ട് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് വരും. ദാറ്റ് ഈസ് ഇതിൻ്റെ ആൻസർ -7x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് വരും. 7x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് വരും. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2/7 എന്ന് വരും. ഇനി ഇതിനെ എങ്ങനെ നമ്പർ ലൈനിൽ സ്പോട്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കിട്ടി. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2/7 ആണ്. സോ അതിൻ്റെ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. -1 -2 അങ്ങനെ ലെഫ്റ്റിലോട്ടും പോകും. ഇനി -2/7 ആണ്. -2/7 എന്തായാലും 0യ്ക്കും -1നും ഇടയിലാണെന്ന് നമുക്കറിയാം. സോ ജസ്റ്റ് അവിടെ 0യ്ക്കും -1നും ഇടയിൽ നമ്മളൊരു പോയിൻ്റ് -2/7 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഒന്ന് മാക്സിമൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ -2/7 എന്ന് പറയുന്ന പോയിൻ്റ് ചിലപ്പോൾ ഇതായിരിക്കും. അങ്ങനെയെങ്കിൽ ആ പോയിൻ്റ് ഡാർക്കൻ ചെയ്യണം. കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ -2/7 എന്ന ഈ പോയിന്റിനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഡാർക്കൻ ചെയ്യുക. ചെയ്തതിന് ശേഷം ഒന്നുകൂടി നോക്കുക. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2/7 ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് -2/7 വരും. -2/7നേക്കാളും വലിയ എല്ലാ റിയൽ നമ്പേഴ്സും ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരും. സോ ഇങ്ങനെയാണ് ഇതിനെ റിയൽ ലൈനിൽ അല്ലെങ്കിൽ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, 20th ക്വസ്റ്റ്യൻ്റെ ആൻസറും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി സ്റ്റേറ്റ്മെൻറ്റ് വൈസുള്ള പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് വൈസുള്ള പ്രോബ്ലം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാലും ആദ്യം ചോദ്യം നന്നായി വായിച്ചതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇനിക്വാളിറ്റീസിൻ്റെ പേഴ്സോ കണ്ടെത്തുക. എന്നിട്ട് അത് സോൾവ് ചെയ്യുക, ആൻസറിലേക്ക് എത്തിച്ചേരുക. അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. സോ അതിൻ്റെ 21th ക്വസ്റ്റ്യൻ എന്ന് നോക്കിയേ. 21th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രവി എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യൻ 75 മാർക്സ് ആദ്യത്തെ 2 യൂണിറ്റ് ടെസ്റ്റിൽ കിട്ടി. ആൻഡ് മിനിമം മാർക്സ് ഹീ ഷുഡ് ഗെറ്റ് ഇൻ ദ തേർഡ് ടെസ്റ്റ്. അപ്പം മൂന്നാമതൊരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിൽ ഒരു മിനിമം മാർക്ക് വേണം. എന്തിനാണ്? ടു ഹാവ് ആൻ ആവറേജ് ഓഫ് അറ്റ്ലീസ്റ്റ് 60 മാർക്സ്. അതായത് 75 മാർക്സ് പിന്നെ അടുത്ത ടെസ്റ്റിലും കൂടെ ഒരു മാർക്ക്, എത്രയോ മാർക്കും കൂടെ കിട്ടുമ്പം അതിൻ്റെ എല്ലാം കൂടെ ആവറേജ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്ത് വരണം? 60 മാർക്സ് വരണം. അങ്ങനെ കിട്ടാവുന്ന തേർഡ് ടെസ്റ്റിൻ്റെ മാർക്ക്, രവിക്ക് കിട്ടാവുന്ന മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ, ഇനി നമ്മൾ ഓരോ പ്രോബ്ലം ഇങ്ങനെ ചെയ്ത് പോവാം. ഇതിപ്പം ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. രവിക്ക് ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിൽ കിട്ടുന്ന മാർക്ക് 70 ആണ്. സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റിൽ കിട്ടുന്ന മാർക്ക് 75 ആണ്. തേർഡ് ടെസ്റ്റിൽ കിട്ടുന്ന മാർക്ക് x ആണെന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ 70 + 75 + x ഡിവൈഡഡ് ബൈ 3 എടുക്കുമ്പോൾ എന്താണ്? ആവറേജ് മാർക്സ് ആണ്. അതായത് യൂണിറ്റ് ടെസ്റ്റുകളുടെ ആവറേജ് മാർക്കാണ്. നമുക്ക് ആ മാർക്കുകളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് മാർക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫർദർ എങ്ങനെ ചെയ്യാം? 70 + 75 എന്ന് പറയുന്നത് 145 + x/3 എന്ന് വരും.
മിനിമം ഈ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്ത് വരണം, 60 മാർക്സെങ്കിലും വരണമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 145, അതായത് ആവറേജ് മാർക്സ്, ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 60 വരണം. അറ്റ്ലീസ്റ്റ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞത് 60യേക്കാളും ഗ്രേറ്റർ ആവാം, മോർ ദാൻ 60 ആവാം. അറ്റ്ലീസ്റ്റ് 60 എങ്കിലും വരണം, 60യേക്കാൾ ഗ്രേറ്ററും ആവാം. സോ ഇതെന്ന് പറയുന്നത് 145 + x/3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 വരും. അങ്ങനെയെങ്കിൽ നമ്മളിത് ഫർദർ ചെയ്യുമ്പോൾ 145 + x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 എന്ന് വരും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 - 145 എന്ന് വരും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 എന്ന് വരും. അപ്പോൾ ഈ രവി എന്ന് പറയുന്ന പയ്യന് തേർഡ് യൂണിറ്റ് ടെസ്റ്റിൽ കിട്ടേണ്ട മാർക്ക്, അല്ലെങ്കിൽ അവൻ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, മിനിമം മാർക്ക് എന്ന് പറയുന്നത് 35 മാർക്സാണ്. ആ മിനിമം 35 മാർക്സ് കിട്ടിയാലേ ഇവന് ആ 3 ടെസ്റ്റുകളുടെയും മാർക്സിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 60 എങ്കിലും വരുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ 22nd ക്വസ്റ്റ്യൻ നോക്കാം. സോ നോക്കി, 22nd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടു റിസീവ് ഗ്രേഡ് എ ഇൻ എ കോഴ്സ്, ഒരു കോഴ്സിൽ എ ഗ്രേഡ് കിട്ടണമെങ്കിൽ മിനിമം, അതായത് ആ കോഴ്സിൽ കിട്ടുന്ന മാർക്കുകളുടെ മിനിമം എന്ന് പറയുന്നത് 90 മാർക്സ് ആയിരിക്കണം. 90 മാർക്സ് മിനിമം കിട്ടണം, അല്ലെങ്കിൽ മോർ ദാൻ 90. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അത് ഓരോ സബ്ജക്റ്റിനും മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ എക്സാമിനേഷനിലും മാർക്ക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100 ആണ്. സുനിത എന്ന് പറയുന്നൊരു പെൺകുട്ടി ആദ്യത്തെ 4 എക്സാമിനേഷനിൽ പുള്ളിക്കാരത്തേക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 87, 92, 94, 95 എന്നീ മാർക്കുകളാണ്. ഫൈൻഡ് ദ മിനിമം മാർക്സ് ദാറ്റ് സുനിത മസ്റ്റ് ഒബ്റ്റെയിൻ ഇൻ ദ 5th എക്സാമിനേഷൻ ടു ഗെറ്റ് ഗ്രേഡ് എ ഇൻ ദ കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഗ്രേഡ് എ കിട്ടണമെങ്കിൽ സുനിതയ്ക്ക് 5ാമത്തെ എക്സാമിനേഷനിൽ മിനിമം എത്ര മാർക്ക് കിട്ടണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രേഡ് എയുടെ മിനിമം മാർക്ക് കിട്ടണമെങ്കിൽ മിനിമം 90 മാർക്സ് എങ്കിലും അതിൻ്റെ ആവറേജ് ആയിട്ട് വരണം. സോ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഈ ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 22nd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ആ സുനിത എന്ന് പറയുന്ന ലേഡിക്ക് കിട്ടിയ മാർക്കുകൾ ഒന്ന് എഴുതി നോക്കാം. 87, പിന്നെ എന്താണ് 92, പിന്നെ 94 വരുന്നുണ്ട്, 95 വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 5th എക്സാമിനേഷനിൽ അവർക്ക് കിട്ടിയ മാർക്ക് എക്സ് ആണെന്നിരിക്കട്ടെ. സോ ഇതിൻ്റെ ആവറേജ് എടുക്കുന്നത് 87 + 92 + 94 + 95 + എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ആവറേജ് എന്ന് പറയുമ്പം തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ സം എടുക്കുക, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ എണ്ണം കൊണ്ട്, അതിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആവറേജ് മാർക്സ്. ഈ പെൺകുട്ടിക്ക് എന്ത് വേണം? ഗ്രേഡ് എ കിട്ടണം. ഗ്രേഡ് എ കിട്ടാൻ എന്ത് വേണം? ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് മിനിമം എത്ര ആയിരിക്കണം? മിനിമം 90 ആയിരിക്കണം. മിനിമം 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 90 പറഞ്ഞാൽ 90യേക്കാൾ കൂടുതലും ആവാം. സോ ഇവിടെ നമുക്ക് ഈ പറയുന്ന 87 + 92 + 94 + 95 + എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 5 എടുത്തു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 വരണം. ഈ ഇനിക്വാളിറ്റി ഇനി സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ടാസ്ക്. സോ ഈ നമ്പേഴ്സ് ഫസ്റ്റ് ന്യൂമറേറ്ററിലെ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുമ്പം 368 വരും. 368 + എക്സ് ഡിവൈഡഡ് ബൈ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 എന്ന് വരും. സോ ഇത് ഫർദർ ചെയ്യുമ്പോൾ 368 + എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 × 5 450 എന്ന് കിട്ടും. സോ എക്സ് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 450 - 368 എന്ന് വരും. 450 - 368 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 82 എന്നാണ് വരുന്നത്. അതായത് മിനിമം മാർക്സ് 82 വേണം. അതായത് 5th എക്സാമിനേഷനിൽ ഈ പെൺകുട്ടിക്ക് മിനിമം മാർക്സ് വാങ്ങിക്കേണ്ടത്, 5th എക്സാമിനേഷനിൽ വാങ്ങിക്കേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? മിനിമം മാർക്ക് എന്ന് പറയുന്നത് 82 മാർക്സാണ്. 82 മാർക്സാണ് ഔട്ട് ഓഫ് 100. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 23rd ക്വസ്റ്റ്യൻ നോക്കാം.
23rd ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ഓൾ പെയേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അപ്പോൾ ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ്, പോസിറ്റീവ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിൻ്റെ പേരുകൾ കണ്ടുപിടിക്കുക. ഞാനൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. 2 ഓഡ് നമ്പേഴ്സും എന്തിനേക്കാൾ ചെറുതാണ്, സ്മോളർ ദാൻ 10 ആണ്. അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ, ആ 2 ഓഡ് നമ്പേഴ്സിൻ്റെ പേരുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 11നേക്കാൾ വലിയ ഒരു നമ്പർ കിട്ടണം. ഓക്കെ, ഇവിടെ നമുക്ക് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് x+2 എന്ന് എടുക്കാം. കാരണം നമുക്ക് ഓഡ് നമ്പേഴ്സ് എഴുതുമ്പോൾ നമുക്കറിയാം 1, 3, 5, 7 അങ്ങനെയാണ് പോകുന്നത്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 വരും. സോ നമ്മളൊരു നമ്പർ എക്സ് ആണ് ഇവിടുത്തെ ഓഡ് നമ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ x+2 എന്നാണ് വരുന്നത്. ഓക്കെ, ഇതെന്തിനേക്കാൾ സ്മോൾ, 2 ഓഡ് നമ്പേഴ്സും 10 എന്ന് പറയുന്ന നമ്പറിനേക്കാൾ സ്മോളറാണ്. 10 എന്ന് പറയുന്ന നമ്പറിനേക്കാൾ സ്മോളറാണ്. ഓക്കെ, നമുക്കിങ്ങനൊരു സംഭവം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓഡ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് തന്നിരിക്കുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്പേഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സം എന്ന് പറയുന്നത്, ആ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 11 എന്നാണ്. 11നേക്കാൾ വലിയൊരു നമ്പറാണ് അതിൻ്റെ സമ്മായിട്ട് കിട്ടേണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ x+2 എടുത്തു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 11 വരണം. ഈ ഒരു ഇനിക്വാളിറ്റി നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നു. 2x+2 ഗ്രേറ്റർ ദാൻ 11 ആണ്. 2x ഗ്രേറ്റർ ദാൻ 9 എന്ന് വരും. x ഗ്രേറ്റർ ദാൻ 9/2 എന്ന് വരും. x ഗ്രേറ്റർ ദാൻ 9/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ 4.5 ആണ്. അപ്പോൾ 4.5നേക്കാൾ വലിയ എക്സുകൾ വരണം, എന്നാൽ അത് 10നേക്കാൾ താഴെയായിരിക്കണം. അങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സ് എടുക്കുക, അതിൻ്റെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എടുക്കുക. അപ്പോൾ 4.5നേക്കാൾ ജസ്റ്റ് വലിയ ഓഡ് നമ്പർ എന്ന് പറയുന്നത് 5 വരും. അപ്പോൾ 5, 7 ഒരു പെയറാണ്. പിന്നെ 7, 9 ഒരു പെയർ വരും. ഓക്കെ, പിന്നെ 9, 11 ഒരു പെയർ വരും. ഇങ്ങനെ നമുക്ക് എടുക്കാമല്ലോ, ഇങ്ങനെ നമുക്ക് എടുക്കാം. പക്ഷേ ഇങ്ങനെ എടുത്താൽ ഒരു ചെറിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ്, 23rd ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സം എന്ന് പറയുന്നത് 11നേക്കാൾ മോർ ദാൻ ആയിരിക്കണം. ആൻഡ് ബോത്ത് ഓഫ് ദ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആർ സ്മോളർ ദാൻ 10 എന്നാണ്. അപ്പോൾ രണ്ടും 10നേക്കാൾ സ്മോളർ ആയിരിക്കണം. ഈ ഒരു പെയറിൽ ഇവിടെ 9 10നേക്കാൾ സ്മോളറാണ്, പക്ഷേ 11 10നേക്കാൾ ലാർജറാണ്. അപ്പോൾ ഈ പെയർ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പെയറുകൾ. ഓക്കെ, അപ്പോൾ 5, 7, 7, 9 ആണ് കറക്റ്റ് പെയറുകൾ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 24th ക്വസ്റ്റ്യൻ നോക്കാം. 24th ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫൈൻഡ് ഓൾ പെയേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ പോസിറ്റീവ് നമ്പേഴ്സ്. നേരത്തെ എടുത്ത കണക്ക് ഓഡ് എടുത്ത സ്ഥിതിക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഈ കേസിൽ ഈവൻ നമ്പേഴ്സ് എടുക്കേണ്ടത്, അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ്. അതിന് ബോത്ത് ഓഫ് വിച്ച് ആർ ലാർജർ ദാൻ 5. ഇത് രണ്ടും എന്തിനേക്കാൾ വലുതാണ്, 5നേക്കാൾ വലുതാണ്. സം എടുത്തു കഴിഞ്ഞാൽ 23നേക്കാൾ ചെറുതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള പെയർ ഓഫ് ഈവൻ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. നമ്മൾ എടുക്കുന്ന കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് x+2 ആണ്. ബിക്കോസ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2, 4, 6 അങ്ങനെയാണ് പോകുന്നത്. കോമൺ ഡിഫറൻസ് എന്തായാലും 2 വന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 ഈവൻ നമ്പേഴ്സും, അതായത് അടുത്തടുത്തുള്ള ഈ 2 ഈവൻ നമ്പേഴ്സിൻ്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് 2 ഈവൻ നമ്പേഴ്സും എന്തിനേക്കാൾ വലുതാണ്, 5നേക്കാൾ വലുതാണ്. സോ x ഗ്രേറ്റർ ദാൻ 5 എന്ന് നമുക്കൊരു ഇന്നിക്വാളിറ്റി എഴുതിയെടുക്കാം അവിടുന്ന്. ഇനി ഇതിൻ്റെ സമ്മ് പറയുമ്പോൾ x+x+2 എടുത്തു കഴിഞ്ഞാൽ എന്താണ്, x+x+2 എടുത്തു കഴിഞ്ഞാൽ 23നേക്കാൾ ചെറുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2x+2 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇന്നിക്വാളിറ്റി ഇനി സോൾവ് ചെയ്യുക. 2x+2 എടുത്തു കഴിഞ്ഞാൽ 23നേക്കാൾ ചെറുതാണ്. 2x എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 21 ആൻഡ് x ലെസ് ദാൻ 21/2. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് x ലെസ് ദാൻ 10.5. x എന്തിനേക്കാളും ചെറുതാണ്, 10.5നേക്കാൾ ചെറുതാണ്. അതുമാത്രമല്ല x എന്തിനേക്കാൾ വലുതാണ്, 5നേക്കാൾ വലുതാണ്. സോ ഇവിടുത്തെ ഇന്നിക്വാളിറ്റി കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത് 5 ലെസ് ദാൻ x ലെസ് ദാൻ 10.5ലാണ്. ഇതാണ് നമ്മുടെ ഇന്നിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ സൊല്യൂഷൻ വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ എക്സിൻ്റെ വാല്യൂസാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈവൻ പോസിറ്റീവ് നമ്പേഴ്സാണ്. സോ 5നേക്കാൾ ജസ്റ്റ് വലുതായിട്ടുള്ള ഒരു ഈവൻ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അതിൻ്റെ പെയർ 8 വരും. അപ്പോൾ 6, 8 ഒരു പെയറാണ്. ഇനി അടുത്തത് 8, 10 എന്ന് പറയുന്ന പെയർ എടുക്കാൻ പറ്റുമോ? 8, 10 എന്ന് പറയുന്ന പെയർ എടുക്കാൻ പറ്റും. കാരണം 8, 10 എന്ന് പറയുന്ന പെയർ എടുക്കാൻ പറ്റും. കാരണം എന്താണ്? ഇതിൻ്റെ സം എടുക്കുമ്പോൾ 18 ആണ് വരുന്നത്, വിച്ച് ഈസ് ലെസ് ദാൻ 23. ഇനി അടുത്ത പെയർ 10, 12 എടുക്കാവോ? 10, 12 എന്ന് പറയുന്ന പെയർ എടുക്കാം. കാരണം ബോത്ത് 10 and 12 ആർ ഗ്രേറ്റർ ദാൻ 5 and their sum 22 which is less than 23. നമുക്ക് 12, 14 എടുക്കാൻ പറ്റുമോ? 12, 14 എടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ സമ്മ് 26 ആണ് വരുന്നത്, 23യേക്കാളും വലുതാണ്. അപ്പോൾ ഇതുകൊണ്ട് നിർത്തണം. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ പെയർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ്, അതായത് ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് 3 times ദ ഷോർട്ടസ്റ്റ് സൈഡ്. ഷോർട്ടസ്റ്റ് സൈഡ് എത്രയാണോ ദറ്റ് ഇറ്റ് ഈസ് ബി എക്സ്. അങ്ങനെയെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് എന്തായിരിക്കും? 3 times ആയിരിക്കും. അതായത് ലോങ്ങസ്റ്റ് സൈഡ് എന്തായിരിക്കും? 3x ആയിരിക്കും. ഷോർട്ടസ്റ്റ് എക്സ് എന്നെടുത്തു, ലോങ്ങസ്റ്റ് 3x എന്നെടുത്തു. ആൻഡ് ദ തേർഡ് സൈഡ് ഈസ് 2 cm ഷോർട്ടർ ദാൻ ദ ലോങ്ങസ്റ്റ് സൈഡ്. അപ്പോൾ ലോങ്ങസ്റ്റ് സൈഡ് എത്രയാണോ അതിനേക്കാൾ 3 cm അല്ലെങ്കിൽ 2 cm കുറവാണ് ഈ പറയുന്ന തേർഡ് സൈഡ്. സോ തേർഡ് സൈഡ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് സൈഡ് 3x ആയിട്ടെടുത്താണ്. അതിൽ നിന്നും 2 cm കുറവാണ്. അപ്പോൾ 3x - 2 ആണ് തേർഡ് സൈഡിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ആൻഡ് ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് അറ്റ്ലീസ്റ്റ് 61 cm. അറ്റ്ലീസ്റ്റ് 61 cm എന്ന് പറയുമ്പം പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈഡുകളുടെ ലെങ്ത്തിൻ്റെ സമ്മാണ്. അപ്പോൾ അതെല്ലാം കൂടെ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? ഒന്നെങ്കിൽ 61 കിട്ടണം, അല്ലെങ്കിൽ 61നേക്കാൾ വലിയൊരു നമ്പർ കിട്ടണം. അതാണ് അറ്റ്ലീസ്റ്റ് 61 cm എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ മിനിമം ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ മിനിമം ലെങ്ത്, അതായത് എക്സിൻ്റെ മിനിമം ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് കിട്ടുന്ന മിനിമം വാല്യൂ. സോ ഇത് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 25. നമ്മളിവിടെ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്, ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3x വരും. അതിൻ്റെ തേർഡ് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് സൈഡിൻ്റെ ലെങ്ത്തിൽ നിന്നും 2 cm കുറയ്ക്കുന്നതാണ്. അപ്പോൾ എക്സ് 3x - 2x. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3x പ്ലസ് 3x - 2 ആണ്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7x - 2 വരും. ഈ കിട്ടുന്ന പെരിമീറ്റർ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം? 7x - 2 അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം? 61 cm ആയിരിക്കണം. അതായത് 61 ആവാം, 61നേക്കാൾ കൂടുതലാവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നിക്വാളിറ്റി. നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഫ്രെയിം ചെയ്തെടുത്ത് ഇന്നിക്വാളിറ്റി. ഈ ഇന്നിക്വാളിറ്റി സോൾവ് ചെയ്ത് നമ്മുടെ ആൻസർ ആവും. സോ 7x > 61 + 2 എന്ന് വരും. 7x > 63 എന്ന് വരും. നമുക്കറിയാം 9 × 7 ആണ് 63 എന്ന് പറയുന്നത്. സോ x > 63/7 എന്ന് വരും. ദാറ്റ് ഈസ് x > 9 എന്ന് വരും. അതായത് ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 9 cm എന്ന് വരും. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 26th ക്വസ്റ്റ്യനിലോട്ട് പോകാം. 26th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സസൈസ് 5.1-ൻ്റെ, അതായത് ചാപ്റ്റർ 5-ലെ ഫസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ ലാസ്റ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ പോയിരിക്കുന്നത് എ മാൻ വോണ്ട്സ് ടു കട്ട് 3 ലെങ്സ് ഫ്രം എ സിംഗിൾ പീസ് ഓഫ് ബോർഡ് ഓഫ് ലെങ്ത് 91 cm. അപ്പോൾ 91 cm ലെങ്ത് ഉള്ളത്. അപ്പോൾ നീളം മാത്രം നോക്കിയാൽ മതി. ബോർഡെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എവിടെ പോകും? റെക്റ്റാങ്കിളിലോട്ടൊക്കെ പോകും. റെക്റ്റാങ്കിളിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 91 cm നീളമുള്ളൊരു ബോർഡ് നീളമാണ് അവിടെ ഉള്ളത്.
91 സെൻറ്റിമീറ്റർ നീളമുള്ള ബോർഡിൽ നിന്ന് എന്ത് ചെയ്തു, 3 പീസ് കട്ട് ചെയ്തു. 3 പീസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓരോന്നിനും ഓരോ ലെങ്ത് കാണും. ഇവർ പറയുന്നത് ദ സെക്കൻഡ് ലെങ്ത് ഈസ് ടു ബി 3 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ ഷോർട്ടസ്റ്റ് ലെങ്ത്. അപ്പോൾ ഷോർട്ടസ്റ്റ് ലെങ്ത് ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ലെങ്ത് എത്ര വരണം? സെക്കൻഡ് ലെങ്ത് എന്ന് പറയുന്നത് x+3 വരണം. അതാണ് 3 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത്. ദ തേർഡ് ലെങ്ത് ഈസ് ടു ബി ട്വൈസ് ആസ് ദ ഷോർട്ടസ്റ്റ്. ഷോർട്ടസ്റ്റ് എത്ര ആണോ എക്സ് ആണ് എടുത്തത്, അതിൻ്റെ എത്ര ടൈംസ് പറയണം? 2 ടൈംസ് ആയിരിക്കണം അതിൻ്റെ തേർഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ. തേർഡ് ലെങ്ത് എന്ന് പറയുമ്പം എന്ത് വരണം? തേർഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടണം? 2x കിട്ടണം. സോ എക്സ് ആയി, x+3 ആയി, 2x ആയി. ഓക്കെ, വാട്ട് ആർ ദ പോസിബിൾ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് ബോർഡ് ഇഫ് ദ തേർഡ് പീസ് ടു ബി അറ്റ്ലീസ്റ്റ് 5 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ സെക്കൻഡ്. അപ്പോൾ അവിടാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്തുനിന്ന് ഈ പറയുന്ന ഇനിക്വാളിറ്റി ഫ്രെയിം ചെയ്തെടുക്കുന്നതിൻ്റെ ടാസ്ക് ഇരിക്കുന്നത്. വാട്ട് ആർ ദി പോസിബിൾ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് ബോർഡ്? ഷോർട്ടസ്റ്റ് ബോർഡ് കിട്ടാവുന്ന പോസിബിൾ ലെങ്ത്, അതവിടെ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നു. കണ്ടീഷൻ പറയുന്നത് ഇഫ് ദ തേർഡ് പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എടുത്തതിനകത്ത് തേർഡ് പീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് എത്ര? 2x ആണ് വരുന്നത്. തേർഡ് പീസ് ഈസ് ടു ബി അറ്റ്ലീസ്റ്റ് 5 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 5 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ സെക്കൻഡ്. സെക്കൻഡിൻ്റെ ലെങ്ത് എത്രയാണോ? സെക്കൻഡിൻ്റെ ലെങ്ത് എത്രയാണ്? x+3 അറ്റ്ലീസ്റ്റ് 5 സെൻറ്റിമീറ്റർ ലോങ്ങർ ആയിരിക്കണം എന്ന്. അറ്റ്ലീസ്റ്റ് 5 സെൻറ്റിമീറ്റർ ലോങ്ങർ ആയിരിക്കണം എന്ന് വെച്ചാൽ 5 സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. 5 സെൻറ്റിമീറ്റർ മിനിമം കൂടുതലായിരിക്കണം. ഈ പറയുന്ന സെക്കൻഡ് ലെങ്ത്തിനേക്കാളും 5 സെൻറ്റിമീറ്റർ മിനിമം കൂടുതലായിരിക്കണം. ആർക്ക്? ഈ തേർഡ് ലെങ്ത്തിന്. അപ്പം നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x+3+5 എന്ന് പറയുന്ന ഇനിക്വാളിറ്റിയാണ്. ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് തന്നെ ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഇനിക്വാളിറ്റി പറയാമോ? അതായത് ഒരാൾക്ക് ഇതുപോലെ 3 ലെങ്ത്ത് ഒരു സിംഗിൾ പീസ് ബോർഡ് 91 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സിംഗിൾ പീസ് ബോർഡിൽ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ എടുത്ത ഓരോ ലെങ്ത്തും, അതായത് ഷോർട്ടസ്റ്റ് ലെങ്ത് x, സെക്കൻഡ് ലെങ്ത് 2x, തേർഡ് ലെങ്ത് x+3, അല്ലെങ്കിൽ തേർഡ് ലെങ്ത് എവിടെ നിന്നാണ് എടുത്തത്? ഷോർട്ടസ്റ്റ് ലെങ്ത് x, സെക്കൻഡ് ലെങ്ത് x+3 ആൻഡ് തേർഡ് ലെങ്ത് 2x. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര വരെ വരാവൂ? 91 സെൻറ്റിമീറ്റർ വരാവൂ. സോ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 91 എന്നെടുക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇനിക്വാളിറ്റി. ഇവരെ രണ്ടുപേരെയും സോൾവ് ചെയ്യുമ്പോൾ എന്താവും? നമ്മുടെ ആൻസർ ആവും. ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ അത് ഞാൻ ഒന്നും കൂടെ എടുത്തെഴുതാം. നമ്മുടെ പ്രോബ്ലം 26-ൽ സോൾവ് ചെയ്യേണ്ട ഇനിക്വാളിറ്റീസ് നമ്മൾ ഫ്രെയിം ചെയ്തെടുത്തത് ഒന്ന് x+3 + 2x എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തേ വരാവൂ? 91 വരാവൂ. മാക്സിമം 91 വരണം, അല്ലെങ്കിൽ 91-നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തേർഡ് ലെങ്ത് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ സെക്കൻഡ് ലെങ്ത്തിൻ്റെ കൂടെ എത്ര കൂട്ടുന്നതായിരിക്കണം? 5 സെൻറ്റിമീറ്റർ കൂട്ടുന്നതായിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഇയാളെ സോൾവ് ചെയ്തെടുക്കാം. ഇയാളെ സോൾവ് ചെയ്യുമ്പം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കി x+2x. സോ ഇറ്റ് ഈസ് 4x ആൻഡ് 4x+3 ലെസ് ദാൻ 91 എന്ന് വരും. 4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 91 - 3 എന്ന് വരും. 4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 88 എന്ന് വരും. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 22 എന്ന് വരും. സോ അതവിടെ നിൽക്കട്ട്. നമുക്ക് രണ്ടാമത്തെ ഇക്വാളിറ്റി ഇതുപോലെ എടുത്ത് സോൾവ് ചെയ്യാം. അതായത് രണ്ടാമത്തെ ഇക്വാളിറ്റി എന്ന് പറയുന്നത് 2x ഗ്രേറ്റർ ദാൻ x+3+5 ആണ്. ഇതെടുത്ത് സോൾവ് ചെയ്യുമ്പം 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x+3+5 എന്ന് പറയുന്നത് x+8 വരും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് എക്സുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2x - x ഗ്രേറ്റർ ദാൻ 8 എന്ന് വരും. x ഗ്രേറ്റർ ദാൻ 8 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്കിവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 22 വന്നു, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 വന്നു. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 22 എന്ന് വരും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഷോർട്ടസ്റ്റ് ലെങ്ത് ഓരോ കട്ട് ചെയ്ത് മാറ്റുന്ന പീസുകളുടെ ഷോർട്ടസ്റ്റ് ലെങ്ത് ഉള്ള
പീസ് എന്ന് പറയുന്ന അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 8 ആയിരിക്കാം, അല്ലെങ്കിൽ 22 വരാം, അല്ലെങ്കിൽ 8-നും 22-നും ഇടയിലുള്ള ഒരു ലെങ്ത് ആയിരിക്കും സെൻറ്റിമീറ്റർ വൈസിൽ. ഇവിടെ എല്ലാം സെൻറ്റിമീറ്റർ വൈസിലല്ലേ പറയുന്നത്? ആണ്, സെൻറ്റിമീറ്റർ വൈസിൽ ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമുക്ക് ഒന്നെങ്കിൽ ഇന്നിക്വാളിറ്റി ഡയറക്റ്റ് തരും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പ്രോബ്ലം തന്നിട്ട് അതിൽ നിന്ന് ഇന്നിക്വാളിറ്റി ഫ്രെയിം ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിരിക്കും. എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം ഒന്നും കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് കാണുമ്പോൾ എന്ത് മനസ്സിലാവും, ഇത് ചെയ്യുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ പ്രോബ്ലം വരും ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ.